സമയത്താണ് വെച്ച് കൊടുക്കേണ്ടത് തന്നെ. ഇത് ജൂൺ മാസത്തിലാണ് വെച്ച് കൊടുക്കേണ്ടത്. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളർന്ന് ഇംഗ്ലീഷ് വളം എന്നെ സംബന്ധിച്ച് ഇംഗ്ലീഷ് വളം നല്ലത്. കടലപ്പിണ്ണാക്ക് നല്ല ഗ്രോത്തിന് നല്ലതാണ്. കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലുപൊടി, പിന്നെ വേപ്പിണ്ണാക്കുണ്ട്. വേപ്പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കീടങ്ങളിൽ നിന്നുള്ള ഇതുണ്ട്. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂമലയ്ക്കടുത്തുള്ള വട്ടായി എന്ന പ്രദേശത്താണ്. ഇവിടെ ഞങ്ങൾ ഇതുപോലെ നിറയെ തൂണുകൾ കണ്ട് ആണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. അപ്പോഴാണ് എന്താണ് ഈ തൂണുകൾ എന്നൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഒരു സജീവമായ കുരുമുളക് കർഷകനെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇതാണ് രാജു ചേട്ടൻ. പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ഒരു ഫുൾ ടൈം കർഷകനായി ഇവിടെ വട്ടായിലും ഒപ്പം വടക്കാഞ്ചേരിയിലൊക്കെ സ്ഥലമുണ്ട്, പൂമലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ ഇങ്ങനെ നിങ്ങൾ എക്സ്ക്ലൂസീവ്ലി കുരുമുളകാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ മുമ്പ് റബ്ബറായിരുന്നു, അത് മാറ്റിയാണ് കുരുമുളക്. എന്തുകൊണ്ടാണ് കുരുമുളക് കൃഷി? കുരുമുളക് കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് അത് റബ്ബർ വെട്ടി നമുക്ക് പാലെടുക്കാനുള്ള സൗകര്യക്കുറവുണ്ട്. പിന്നെ നല്ല പാലായി വരുന്ന സമയത്ത് ടാപ്പിംഗുകാർ മുടക്കാറുണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ ഒരു 2 ഏക്കറിൽ നിന്ന് എനിക്കൊരു 1.5 ലക്ഷം രൂപ എനിക്ക് ഒരു വർഷ വരുമാനം എനിക്ക് കിട്ടണില്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ട് 2 ഏക്കർ ഭൂമി അത് പാഴായിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതാണ് എനിക്കൊരു കുറച്ചുകൂടി കംഫർട്ടായി തോന്നിയത്. ഇതിപ്പോ എത്ര കുരുമുളക് ഉണ്ട്? ഇതിപ്പോ 100 കാലക്കരി ഉണ്ട്. ഇനി ഫുൾ അവിടെ കാല് നാട്ടിയിട്ടുണ്ടല്ലേ മൊത്തം? അപ്പൊ ഈ ഒരു എത്ര സ്ഥലം? ഇത് 2.25 ഏക്കർ ഉണ്ട്. ഈ 2.25 ഏക്കർ ഫുൾ 2.25 ഏക്കറിൽ ഒരു 1.5 ഏക്കറിലെ മേലെ ഉണ്ട്, കുറച്ച് താഴെ തേക്കുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ അധികവും ഇനി മുക്കാൽ ഭാഗം കുരുമുളകിലേക്ക് കിടക്കുകയാണ്. കുരുമുളകിന്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട്. ഇതിപ്പോ എന്ത് ഇനമാണ് ഈ കുരുമുളക്? കരിമണ്ട. കരിമണ്ട. ഇനിയിപ്പോ അവിടെ ഇട്ടിരിക്കുന്നത് അവിടെ വെക്കാൻ പോണേ വട്ടമുണ്ടി വെക്കാൻ പോണ്ട്, പിന്നെ കൂമ്പക്കൽ വെക്കുന്നുണ്ട്, പിന്നെ കൈരളി. അങ്ങനെ പിന്നെ സാധാരണ കുരുമുളക് ആളുകൾ ഇടവിളയായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എക്സ്ക്ലൂസീവ്ലി കുരുമുളകിലേക്ക് തിരിഞ്ഞ ഒരു കർഷകനാണ്. എന്താണ് നമ്മൾ ഈ ഒരു സാധ്യത കാണുന്നത്? എന്താ കുരുമുളകിന്റെ സാധ്യതയുള്ള സമയത്ത് നമുക്ക് തന്നെ മൊത്തത്തിൽ ലേബർ ഇല്ല. ഇതാകുമ്പോൾ നമുക്ക് 1 ടൈം ഉള്ള ഇതാണ്. റബ്ബറിനാകുമ്പോൾ എല്ലാ ദിവസങ്ങളും ആൾ വേണം. ഇത് 1 ടൈം അല്ലേ കൃഷി. ഇത് മെയിൻ്റെനൻസ് കൊണ്ട് നടക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് മതി ഈ സ്ഥലത്ത്. പിന്നെ ഈൽഡ് എടുക്കുന്ന സമയത്ത് മാത്രം ആൾ മതി. അത് മുന്നിൽ കണ്ടോണ്ടോ. ഇന്നത്തെ തലമുറയൊന്നും നാട്ടിലില്ലല്ലോ. അപ്പൊ സ്വന്തമായിട്ട് ചെയ്യാനുള്ള പ്ലാൻ. അപ്പൊ മറ്റുള്ളവരുടെ അധികം ഹെൽപ്പ് എടുക്കാതെ ആളല്ലേ വിളിച്ച് കഴിഞ്ഞാൽ ആളെ കിട്ടാൻ. ഈ പോസ്റ്റ് കംപ്ലീറ്റ് ഞാൻ ഒറ്റയ്ക്ക് നാട്ടിക്കണം. അത് പറഞ്ഞു. ഇവിടെ ഒരു കർഷകൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടനെ പറ്റി പറഞ്ഞപ്പോൾ പറയാണ്, ഒരാൾ നിന്നിട്ട് രാവും മകളൊക്കെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കുഴി കുത്തിയാണ് ഇത് മുഴുവൻ ഇതുപോലെ വെച്ചതെന്ന്. അത് ശരിക്കും ഭയങ്കര ഒരു അത്ഭുതം തോന്നി. എന്തായിരുന്നു വിദേശത്ത് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? എനിക്ക് ടൈൽസിന്റെ വർക്ക്. അപ്പൊ നാട്ടിൽ വന്നിങ്ങനെ അന്നേ ഉണ്ടായിരുന്നു അങ്ങനെ കൃഷിയിൽ സജീവമായി? എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെ ഞാൻ 90-ൽ പോയതാ. 90 പോയി കഴിഞ്ഞാൽ ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ TV ഇറങ്ങി, അവിടെ TV ചാനൽ ഇറങ്ങിയ സമയത്ത് നമ്മളെ കൃഷിദീപം പരിപാടി. അപ്പം നമ്മളൊരു ഹരിതകം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അതോടുകൂടി ഇനി വന്ന് ഞാൻ എപ്പോഴും വന്നു കഴിഞ്ഞാൽ കൃഷിയിലേക്കാണ് കൂടുതൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആ ഒരു ആഗ്രഹം ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഗൾഫിൽ നിൽക്കണ കാശ് കുറച്ച് പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന കണ്ടീഷൻ ഉണ്ട്. ഇതിപ്പോ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളൂ അല്ലേ? ഇപ്പൊ ഈ കുരുമുളക് കൃഷിയിലേക്ക് ഇതുപോലെ സജീവമായിട്ട് ഇറങ്ങാൻ ആളുകൾ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു കർഷകൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ ചേട്ടന്റെ ഒരു അനുഭവം കൊണ്ട് അവരോട് പറയാനുള്ളത്? സ്വന്തമായിട്ട് നമുക്ക് കുറെ മനസ്സ് വേണം. ആരെയും ഡിപ്പെൻഡ് ചെയ്ത് പണിയാൻ പറ്റില്ല. ഒരാളെ കൂലിക്ക് എടുത്തത് പറ്റില്ല. എപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ സാന്നിധ്യം എപ്പോഴും വേണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അപ്പോഴാണ് അത് മെച്ചം ഉണ്ടാവുക എന്ന് പറയാം. ഇനിയിപ്പോ ഇത് പറിക്കാനും നമുക്ക് അധികം ഡിപ്പെൻഡ് ചെയ്യാതെ ചേട്ടൻ തന്നെ ഒരു ഏണിയൊക്കെ വെച്ചിട്ട് പറിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിലുള്ള കുരുമുളക്? നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഡാമേജ് ആയി കഴിഞ്ഞാൽ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വെറൈറ്റിക്ക് ഡാമേജ് ആയി കഴിഞ്ഞാൽ മറ്റേത് പിടിച്ചു നിൽക്കണം. നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഇത് കാലിയാവാൻ പാടില്ല. അതിന്റെ ഉദ്ദേശത്തിന്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് കരിമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇതിന് കായുണ്ട്. നല്ല ഈൽഡ് കിട്ടുന്ന സാധനമാണ് കരിമുണ്ട. പിന്നെ നമ്മുടെ പൂർവികമാരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കരിമുണ്ട. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് കൂമ്പക്കലുണ്ട്, പിന്നെ വട്ടമുണ്ടി, നീലമുണ്ടി, പിന്നെ കൈരളി ഉണ്ട്. കൈരളി അത് മേടിക്കാൻ പോണം ഇനി. ഞാൻ കുറച്ച് പിന്നെ ഇത് സർപ്പന്റെ മോഡൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വന്തമായിട്ട്. അതൊക്കെ ചെയ്ത് ഏകദേശം അടുത്ത വർഷം ആകുമ്പോഴേക്കും. വേറെ ഏരിയകളിലൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? കുരുമുളക് നിലവിൽ ചെയ്യുന്നുണ്ടോ? വേറെ ഉണ്ട്, കുരുമുളകുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു നല്ലൊരു ആദായം കണ്ടിട്ടാണ്, അതുകൊണ്ടാണ് ഫുൾ ഏരിയ. അതെ അതെ. അത് എനിക്ക് തെങ്ങിന്റെ ഇടയ്ക്ക് വെച്ചേക്കണേ. അപ്പൊ നമുക്കത് കാണാക്കാശായിട്ട് നമുക്കുള്ളതാണ്. അപ്പൊ അതിന്റെ എക്സ്ക്ലൂസീവ്ലി വന്നത്. ഇതിപ്പോ നല്ല ഫുൾ നല്ല വെയിലൊക്കെ കിട്ടും. അത് ഓക്കെ ആണല്ലേ? അതെ അതെ. സാധാരണ ഒരു തെങ്ങിന്റെ ഷെയ്ഡിലൊക്കെ കുരുമുളക് വരാറ്. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഷെയ്ഡ് ഒന്നും ഇല്ല. നമുക്ക് നല്ല ആദായം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ അതിന് വേണ്ടിട്ട് ഇങ്ങനെ സിമന്റ് കുറ്റികൾ ഉണ്ടാക്കിയിരിക്കും. ഇത് ഇതിന് വേണ്ടി പറഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് ഈ സംഭവം വാർത്തുണ്ടാക്കി. ഓക്കെ, സ്ട്രോങ് ആണ്. പക്ഷെ അവിടേക്ക് ഒരു പൈപ്പ് മോഡലാണ് അല്ലേ? അത് പൈപ്പ് ഇട്ടേക്കണേ. അത് പൈപ്പ് എന്ത് എനിക്ക് ഒരു കാലിന് 3500 ചിലവ് വന്നു. അത് എനിക്ക് ഒരു 250 രൂപ കാലിന് വന്നിട്ടുള്ളൂ. 250 രൂപ.
ഞാൻ എൻ്റെ മുകളിലേക്ക് ഒരെണ്ണോടി വെക്കാനുണ്ട് 20 ആക്കാനുണ്ട് അത്. ഓക്കെ. ഇനി ഒന്നും കൂടി ഹൈറ്റ് വേണം. അന്ന് പിന്നെ അത് കോൺക്രീറ്റ് ചെയ്ത് കമ്പിട്ട് കോൺക്രീറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും ഒരെണ്ണത്തിന്റെ എക്സ്പെൻസ് വരില്ല. അതും ചേട്ടനെ കണ്ടുപിടുത്തം തന്നെയാണ്. എങ്ങനെ ചെലവ് കുറയ്ക്കാം? അതെ തന്നെ. നമുക്ക് ഇതോടുകൂടി നമുക്ക് ഒരെണ്ണം ചെയ്തോളൂ. ഇതിന്റെ പോന്നൂരായി എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് മുതലേ എനിക്ക് ഇപ്പൊ ഈൽഡ് കിട്ടണുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 1 മീറ്ററിൽ മേലെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു നോട്ടത്തിന്റെ കുറവ് തന്നെയാണ്. ഇത് ഇപ്പൊ ഈ സാധനം താഴേന്ന് ഇല പൊട്ടിച്ച് തിക്കായിട്ട് കൊണ്ടുവരേണ്ടിരുന്നു. ഇനി വരും, ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് ഇനി വരും. പിന്നെ അതായത് തന്നെ ഈ കുരുമുളക് നേരെ ചോട്ടിലല്ലായിരുന്നു, ഇത്ര നാളെ ചോട്ടിലാണ്. ഇനിയിപ്പോ എന്നോട് ഇതെന്ത് പറഞ്ഞ 2 അടി മാറ്റിയിട്ട് വയ്ക്കാവുള്ളൂ പറഞ്ഞു. മാറ്റിയിട്ടാണെങ്കിൽ കൊടി പടത്തി വിടുക. അപ്പൊ അതേ നിന്ന് മൊത്തത്തിൽ വേര് പൊട്ടും. അന്ന് അവിടെ മണ്ണിടുക. അപ്പൊ നല്ല ഗ്രോത്തോടു കൂടി വരും. ഇതിപ്പോ കിട്ടി തുടങ്ങുന്നുള്ളൂ. ഫസ്റ്റ് ടൈം അത് ഫസ്റ്റ് ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഒരു വർഷമായി. ഏകദേശം 15 അടി വരെ ഹൈറ്റ് ആയിട്ടുള്ളതുണ്ട് എനിക്ക്. ശരിക്കും ഇതൊരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ചേട്ടൻ പറഞ്ഞ പോലെ. ഈ കാലാകാലം സ്ട്രോങ് ഇതിന് മുകളിൽ ഇനി പടർത്താൻ പറ്റും. ഇതിപ്പോ ഒരു ചെടിയിൽ നിന്ന് എത്ര വർഷം നമുക്ക് ഈൽഡ് കിട്ടും? അത് കോഴി പോയിൽ ഒരു 15 വർഷം ഞാൻ പ്രതീക്ഷിക്കണേ. അത് ചിലപ്പോൾ അതിനെക്കാട്ടും മേലെ നിൽക്കും. ചിലപ്പോൾ കേടായി പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പോവും ചെയ്യും കേട്ടോ. പിന്നെ നനയൊക്കെ എങ്ങനെയാണ്? ഞാൻ ട്രിപ്പ് കൊടുത്തേക്കണേ. അപ്പൊ പിന്നെ അത് അതിന്റെ സമയത്ത് അങ്ങോട്ട് നനച്ചോളൂ. പിന്നെ വളമൊക്കെ എന്താ ചെയ്യാ? വളം ഞാൻ സ്ലറിയാണ് കൊടുത്തേക്കണത്. ഇതിനകത്ത് ഇംഗ്ലീഷ് വളം തൊട്ടിട്ടില്ല. സ്ലറി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 200 ലിറ്ററിന്റെ ജാലിനകത്തേക്ക് ഒരു 40 കിലോ പച്ച ചാണാനും ഒരു 5 കിലോ കടലപ്പിണ്ണാക്ക്, 5 കിലോ ഉണ്ടബെല്ലം അത് ഇട്ട് പുളിപ്പിക്കും. അത് കലക്കി ഡെയിലി കലക്കി ഒരു 15 ദിവസം കഴിയുമ്പോൾ 1 ലിറ്റർ സ്ലറിയിലേക്ക് 10 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് 1 ലിറ്റർ സ്ലറി ഒഴിക്കും. അത് അങ്ങനെ ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കും. അതാണ് മെയിൻ വളം അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് നമ്മൾ നല്ലൊരു ഈൽഡൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ്. പിന്നെ നമ്മളിത് മൊത്തം വികസിപ്പിച്ച് അപ്പൊ ഇനി വരുമ്പോൾ ഇവിടെ മൊത്തം കുരുമുളക് തോട്ടമായിട്ട് മാറും. ആളുകൾക്ക്, കർഷകർക്ക് വളരെ സക്സസ്ഫുള്ളി പരീക്ഷിക്കാവുന്ന ഒരു കൃഷി തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞ ഉറപ്പ് തരുന്നുണ്ട്. 10 സെന്റ് സ്ഥലമുള്ളവരാണ് ഇത് ചെയ്യണം. കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു കൊടുക്കാനുണ്ടോ? സജഷൻ എന്തെങ്കിലും കൊടുക്കേണ്ടത് നമുക്ക് തന്നെ ഇതിന്റെ നമ്മുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സമയത്താണ് വെച്ച് കൊടുക്കേണ്ടത് തന്നെ. ഇത് ജൂൺ മാസത്തിലാണ് വെച്ച് കൊടുക്കേണ്ടത്. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും അതിനകത്ത് വളം ഇംഗ്ലീഷ് വളം എന്നെ സംബന്ധിച്ച് ഇംഗ്ലീഷ് വളം നല്ലത്. കടലപ്പിണ്ണാക്ക് നല്ല ഗ്രോത്തിന് നല്ലതാണ്. കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലുപൊടി, പിന്നെ വേപ്പിണ്ണാക്കുണ്ട്. വേപ്പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കീടങ്ങളിൽ നിന്നുള്ള ഇതുണ്ട്. പിന്നെ നനയാണ് മെയിൻ. വേനൽക്കാലത്ത് നനയാണ് മെയിൻ. എന്ന് വെച്ചാൽ ഇത് നനച്ചതിൻ്റെ പേരിലാണ്, വേനൽക്ക് നനയുള്ളതിൻ്റെ പേരിലാണ് ഈ പൊടി ഇത്രയ്ക്ക് വളർന്നത്. ഇല്ലെങ്കിൽ വളരുമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ നല്ല നോട്ടം വേണം. ഒരു 2 വർഷം നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഈ വർഷം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് എത്തിക്കും. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഇന്നത്തേക്ക് കൂടുതൽ നോക്കേണ്ടി വരില്ല. പിന്നെ നനയും കാര്യങ്ങളും മാത്രം മതി. പിന്നെ മുകളിലേക്ക് പൊട്ടിക്കാൻ മാത്രം നോക്കിയാൽ മതി. എങ്ങനെ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ വർഷത്തിൽ ഇപ്പൊ ഈ ഒരു എത്ര നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഈൽഡ് എങ്ങനെയായിരിക്കും? എന്താണ് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ? അപ്പൊ ഇതിന് ഞാൻ ഏകദേശം ഒരു കിലോയുടെ അടുത്തേക്ക് മുളക് ഞാൻ പ്രതീക്ഷയുണ്ട്. ഒരെണ്ണത്തിന് ഈ വർഷം. പിന്നെ ഫുൾ സപ്പോർട്ടായിട്ട് എന്റെ ഫാമിലി ഉണ്ട്. ഫുൾ സപ്പോർട്ടാണത്. ഓൾ ദി ബെസ്റ്റ്. ഇതൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വെഞ്ചർ ആവട്ടെ എന്ന് ഇന്ത്യൻ വാർത്തയും ആത്മാർത്ഥമായി തന്നെ അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് കാണാം ഇതിന്റെ ബാക്കി. അടുത്തോളം നമ്മൾ ഒരു ഫുള്ള് ഒരു കുരുമുളക് തോട്ടം നമ്മൾ കാണും. ഇപ്പൊ നമ്മൾ പാശ്വലേ ഉള്ളൂ, ബാക്കി അവിടെ ഓരോ ഘട്ടമായിട്ട് വളരുകയാണ്. എന്തായാലും വളരെ സന്തോഷം. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.